ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തില് ഈശോ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളൊക്കെ ഈശോയോട് വന്ന് ചോദിക്കുകയാണ്, എന്തധികാരത്താലാണ് നീ അതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം, ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിന്റെ മേലൊരു അധികാരമൊക്കെ ഉണ്ട്, പക്ഷെ നീ എന്ത് അധികാരത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. ഈശോ അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഒരു മൂല്യം തിരിച്ചറിയാനായിട്ട് അവരെ സഹായിക്കുകയാണ്. ഈശോ തിരിച്ച് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതിലൂടെ തങ്ങൾക്ക് എല്ലാ കാര്യത്തിലും തങ്ങൾ പരിപൂർണരല്ല എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ഈശോവരെ നയിക്കുകയാണ്. അതായത് ഇന്നത്തെ സുവിശേഷത്തിലെ ഈ ജനപ്രമാണികളും അതുപോലെ തന്നെ പുരോഹിത പ്രമുഖന്മാരും എല്ലാം അവരുടെ നാവ് കൊണ്ട് ഈശോയെ ദുഷിച്ചു പറയാനായിട്ട് ശ്രമിക്കുകയാണ്. ഇന്നത്തെ ലേഖന ഭാഗത്തിലെ യാക്കോബസിലെ കൃത്യമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്, നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെ തീർക്കാനായിട്ട് അതിനെ സാധിക്കും എന്ന് പറയുന്നുണ്ട്. യാക്കോബസിലെ പറയുന്നുണ്ട്, പിതാവിനെയും ദൈവത്തെയും നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് സ്തുതിക്കുന്നു, അതേ നാവ് കൊണ്ട് നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ ചീത്ത പറയുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ദുഷിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ഇത് ഉചിതമല്ല എന്ന് കൃത്യമായിട്ട് യാക്കോബസിലെ പറയുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ 2 വചനഭാഗങ്ങൾ വായിച്ച് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മൾ ആഗ്രഹിക്കേണ്ടതുമായിട്ടുള്ളൊരു കാര്യം ഇതാണ്, ദൈവമേ എൻ്റെ നാവ് വെച്ച് നിന്നെ സ്തുതിക്കുന്ന എൻ്റെ നാവ് വെച്ചിട്ട് തിന്മ ചെയ്യാനായിട്ട് എനിക്ക് ഇടയാകാതിരിക്കട്ടെ. എൻ്റെ വാക്കുകൾ വഴി ഉള്ള പാപങ്ങളിൽ നിന്നും എന്നെ അകറ്റി നിർത്തണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചനഭാഗങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ വാക്കുകളെ കുറച്ചുകൂടി ശ്രദ്ധയോടെ ഉപയോഗിക്കാനും നമ്മുടെ വാക്കുകൾ വഴി, അല്ലെങ്കിൽ ഇന്നത്തെ വചനഭാഗത്തിൽ പറയുന്നത് പോലെ നമ്മുടെ നാവ് വഴി പാപത്തിൽ വീഴാതിരിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.